ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവൽ കൃഷിക്ക് വളം കൊടുക്കുന്നതാണ്. കോവലിന് ചെറിയ രീതിയിലുള്ള ഒരു പരിചരണം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോവലിൽ നിന്നും എന്നും കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. വലിയ വളപ്രയോഗത്തിന് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി. കോവലിൽ നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്ക പിടിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് എൻ്റെ കോവൽ ഞാൻ പടർത്തി വെട്ടിയിരിക്കുന്ന പന്തൽ. കോവൽ മാത്രമല്ല, ഇതിൽ കോവലും പാവലും പീച്ചിലും എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. നമുക്ക് എങ്കിലും അതിൽ നിന്നെല്ലാം കോവയ്ക്ക കിട്ടുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്ത് വളമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. അതുണ്ടോ, കോവയ്ക്ക കിടക്കുന്നുണ്ടോ? ഒരു ചുവട് കോവലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കോവയ്ക്കയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ കോവലിൻ്റെ ചുവടാണിത്. നമ്മുടെ കോവലിൻ്റെ ചുവടൊക്കെ ഗ്രോ ബാഗിലാണ് നട്ടുകൊടുത്തിരിക്കുന്നത്. ആ ഗ്രോ ബാഗൊക്കെ അങ്ങ് കീറിപ്പോകാറായിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം ഇതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരുന്ന ഇതാണ്. കമ്പോസ്റ്റ് വളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പോസ്റ്റ് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചക്കറി അരിയുന്ന വേസ്റ്റ്, പഴത്തൊലിയും മുട്ടത്തോടും ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി പച്ചക്കറി കൃഷിക്ക് വളം കൊടുക്കുന്ന കൂട്ടുകാരാണ് അധികമുള്ളത്. അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊന്നും നമ്മൾ കളയണ്ട. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പച്ചക്കറി നട്ടു വെച്ചിരുന്ന ഒരു പോട്ട് തന്നെയാണ്. അതിൻ്റെ ചുവട്ടിൽ അത്യാവശ്യത്തിന് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പച്ചക്കറി എരിയുന്ന വേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി. വെള്ളം നനവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് മണ്ണോ അതുപോലെ തന്നെ ചാണകപ്പൊടിയോ വല്ലതും ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കമ്പോസ്റ്റ് നമുക്ക് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ കമ്പോസ്റ്റാണ് നമ്മുടെ കോവലിന് വളമായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. പച്ചച്ചാണകം ഉണ്ടെങ്കിൽ പച്ചച്ചാണകമൊക്കെ പുളിപ്പിച്ച് ഇടയ്ക്കൊക്കെ നമ്മുടെ കോവലിൻ്റെ ചുവട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നിറയെ കോവയ്ക്കൊക്കെ നമ്മുടെ കോവലിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്രയും കമ്പോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുക്കാം. ചാരം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വളം കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചാരം കൂടെ ഇടുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കോവലിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ സ്ലറി ഉണ്ടാക്കി നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസേന കോവയ്ക്ക കിട്ടുകയും ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. ഇനി നമുക്ക് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രോ ബാഗോ ചാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോവൽ കൃഷി ചെയ്യാവേ, സ്ഥലമില്ലാത്തവർക്ക്. ഞാൻ ചാക്കിലും വെച്ചിട്ടുണ്ട്, ഗ്രോ ബാഗിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗിൽ നിന്നും അതിൻ്റെ വേരൊക്കെ ഇറങ്ങി വെളിയിൽ പോയിട്ടുണ്ട്. അത് കണ്ടോ, ഈ ഗ്രോ ബാഗ് മൊത്തം കംപ്ലീറ്റ് കീറിപ്പോയതാണ്. എങ്കിലും നമുക്കിതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട്. സാരമില്ല, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വളമൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ചുവടിളക്കിയിട്ട്. നിങ്ങളുടെ വീട്ടിലും കോവൽ കൃഷി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും.
വിഷരഹിത പച്ചക്കറി നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് കഴിയും. എന്ത് കൃഷി ചെയ്താലും നമ്മൾ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ. ചാരമൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. ആ ചാരമൊക്കെ കളയാതെ വെച്ചിട്ട് കുറച്ച് ചാരവും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ 2 ചുവട് പച്ചമുളക്, കോവൽ, പാവൽ, തക്കാളി, വഴുതന, വെണ്ട ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊന്നും പച്ചക്കറി ഒന്നും വിലയ്ക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.